മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ്. നടൻ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. കേസെടുക്കാനുള്ള തീരുമാനമായിരിക്കുന്നു. നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് സർക്കാർ. യുവനടിയുടെ പരാതിക്ക് പിന്നാലെയാണ് സിദ്ദിഖിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. യുവനടിയുടെ വെളിപ്പെടുത്തലെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടതാണ്. ഏത് രീതിയിലാണ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിൽ വരെ നടി പറഞ്ഞിരുന്നു. അതിലാണിപ്പോൾ ഏറ്റവും പുതിയതായി നടപടി വന്നിരിക്കുന്നത്. സിദ്ദിഖിനെതിരെ നിയമസാധ്യത തേടിയിരിക്കുകയാണ് സർക്കാർ. നടനും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെയാണ് ഇപ്പോൾ സർക്കാർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. സിദ്ദിഖിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നടി ഉന്നയിച്ചത്. മഹേഷ് ചന്ദ്രൻ ചേരുകയാണ് വിവരങ്ങളുമായി. മഹേഷ്, രഞ്ജിത്തിന് പിന്നാലെ സിദ്ദിഖിനെതിരെയും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് സർക്കാർ. ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും ഇപ്പോൾ സർക്കാർ സിദ്ദിഖിനെതിരെ സ്വീകരിക്കുക? സിദ്ദിഖിനെതിരെയും രഞ്ജിത്തിന് സമാനമായ പ്രാഥമിക അന്വേഷണമായിരിക്കും ആദ്യം നടത്തുക. കാരണം മാധ്യമങ്ങൾ കൂടി പുറത്തു വന്ന രേവതി സമ്പത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ, അവരുടെ ആ തരത്തിലുള്ള പരാതികൾ അവർ പുറത്തു പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് രേവതി സമ്പത്തിനെ പോലീസ് ബന്ധപ്പെടും. അവർക്ക് ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യും, നിയമ നടപടിക്ക് കടക്കും, അതിൻ്റെ ഭാഗമായി കേസെടുക്കും. ആ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയിലേക്ക് പോകാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. അതനുസരിച്ച് പോലീസ് അതിൻ്റെ പ്രാഥമിക അന്വേഷണ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ ആ നടപടികളുമായി സഹകരിക്കാൻ ഈ പെൺകുട്ടി തയ്യാറാവുകയാണെങ്കിൽ സിദ്ദിഖിനെതിരെ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സ്വാതി. അതെ, ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ ഏറ്റവും പ്രധാനമായി നമ്മൾ പുറത്തുവിടുന്ന വാർത്തയാണ്. നടനും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെ നിയമ നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ളത്. യുവനടിയായ രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് നീക്കം. കേസെടുക്കാനുള്ള നിയമസാധ്യതയാണ് സർക്കാർ തേടിയിരിക്കുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടാകും അമ്മ എന്നുള്ള സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരാൾക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം, ഈ ഒരു വാർത്ത ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. വർഷങ്ങളായി സിനിമയിലുള്ള ആളാണ് സിദ്ദിഖ്. വർഷങ്ങളായി സിനിമയിലുള്ള നടനാണ്. പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ, വൈവിധ്യങ്ങളാർന്ന കഥാപാത്രങ്ങൾ വളരെ അനായാസമായി ചെയ്യുന്ന നടൻ എന്നുള്ള ഒരു പേര് കൂടി സിദ്ദിഖിനുണ്ട്. ആ സിദ്ദിഖാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു യുവനടിയുടെ ഇത്തരത്തിൽ ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങുന്നത്. സിദ്ദിഖിനെതിരെ നിയമ നടപടിക്കാണ് സർക്കാർ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മലയാള സിനിമയിൽ പ്രമുഖരായ രണ്ടാളുകൾ, പ്രമുഖരായ ഒരു സംവിധായകൻ, പ്രമുഖനായ ഒരു നടൻ, ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. ആ വാർത്തയാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. വിവരങ്ങളുമായി ഷബ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. ഷബ്ന, ഇപ്പോൾ സിദ്ദിഖിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് സർക്കാർ ഏറ്റവും പുതിയതായി എടുത്തിരിക്കുന്ന തീരുമാനം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഈ സിദ്ദിഖിനെതിരെ അതിഗുരുതര ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അമ്മയിലും പുറത്തും അദ്ദേഹത്തിന്റെ ഭാവി എന്താകും? ഏതു രീതിയിലായിരിക്കും അദ്ദേഹത്തിനെതിരെ നിയമ നടപടിക്ക് സാധ്യത? ഇത്തരത്തിലൊരു ആരോപണം ഈ നടി ഉന്നയിച്ച സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ നടപടി ഇല്ല എന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലാണ് ഏതായാലും സർക്കാർ ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം എന്നത് കൃത്യമായി ആ രീതിയിൽ ലൈംഗിക ആരോപണം എന്ന രീതിയിലുള്ള കൃത്യമായൊരു രീതിയിൽ ഈ നടി വെളിപ്പെടുത്തിയിരുന്നില്ല. എങ്കിൽ പോലും ആ രീതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തണം എന്ന് സർക്കാർ നിയമോപദേശം നൽകിയിരുന്നു. എന്നാൽ സിദ്ദിഖിനെതിരെ കൃത്യമായി ഈ നടി ബലാത്സംഗം എന്ന രീതിയിൽ തന്നെ വെളിപ്പെടുത്തുകയും ആ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം രഞ്ജിത്തിനെതിരെ ഈ രീതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിലും ഗുരുതരമായ ആരോപണം ഉന്നയിച്ച സിദ്ദിഖിനെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് നിയമവക്താക്കൾ സൂചിപ്പിക്കുന്നത്. ആ രീതിയിലേക്ക് സർക്കാർ കടക്കേണ്ടി വരും. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് തനിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി എന്നാണ് ഈ നടി വെളിപ്പെടുത്തിയുള്ളത്. അപ്പോൾ ഈ മസ്കറ്റ് ഹോട്ടൽ നിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ്. ആ രീതിയിലുള്ള സാധ്യതകൾ പോലീസ് തേടി തുടങ്ങി. സർക്കാർ ആ രീതിയിലുള്ള നീക്കം നടത്തുന്നുണ്ട് എന്ന സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ശരി ഷബ്ന, ഇപ്പോൾ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ സിദ്ദിഖ് ഈ ഒരു സംഘടനയുടെ തലപ്പത്തുള്ള ഒരാളാണ്, ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. ഇത്തരത്തിലൊരു അന്വേഷണം വരുമ്പോൾ അല്ലെങ്കിൽ നിയമ നടപടി വരുമ്പോൾ അദ്ദേഹം ആ ഒരു നേതൃത്വത്തിൽ നിന്ന്, ആ ഒരു സ്ഥാനത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറി നിന്ന് അന്വേഷണത്തെ നേരിടേണ്ട സാഹചര്യം വരില്ലേ?
തീർച്ചയായും അതെല്ലാം ഓരോരുത്തരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടിയാണ്. ഇത്തരത്തിലൊരു സ്ഥാനം വഹിക്കുന്ന ആൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം വരികയും അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണ വിധേയരായി കഴിഞ്ഞാൽ ആ സ്ഥാനത്തു നിന്ന് മാറി നിന്ന് അതിന്റെ അന്വേഷണം നേരിടുക, കുറ്റവിമുക്തനായതിനു ശേഷം തിരിച്ചു വരിക, അതാണ് സ്വാഭാവികമായും നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് വന്നാൽ സിദ്ദിഖ് മാറി നിന്ന് ഈ അന്വേഷണത്തെ നേരിടേണ്ടി വരും. കാരണം പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായൊരു മൊഴി, ഒരു സ്ത്രീയുടെ മൊഴി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടം മാധ്യമങ്ങൾക്ക് മുന്നിലാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഒരു കുറ്റകൃത്യം നടന്നു എന്നത് വ്യക്തമാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സൂചന പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. അത്തരം ഒരു സൂചന പോലീസിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ നിയമസംഹിതയുടെ 173-ാം വകുപ്പ് പ്രകാരം ഏതെങ്കിലും തരത്തിൽ ഒരാൾ ഒരു കുറ്റം വെളിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ കുറ്റകൃത്യം നടന്നു എന്ന് ബോധ്യമായാൽ അവർ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാം. അതും പോലീസ് സ്റ്റേഷൻ പരിധി എന്നത് തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം പോലുമില്ല. ഏത് പോലീസിന് വേണമെങ്കിൽ 0 FIR എന്ന് പറഞ്ഞാൽ ഏത് പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുറ്റകൃത്യം നടന്നു എന്നിപ്പോൾ ഏതായാലും ഈ മാധ്യമങ്ങളിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന് ഇനി ചെയ്യാനുള്ളത് ഇതിൽ അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ഈ നടിയെ തന്നെ പോലീസിന് ഈ വിവരം തേടാം, മൊഴിയെടുക്കാം. മൊഴിയെടുത്തതിന് ശേഷം അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ അതൊരു പരാതിയായി, ഈ മൊഴി തന്നെ പരാതിയായി സ്വീകരിച്ച് പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാം. അത്തരത്തിലുള്ള ഒരു നിയമസാധ്യത പോലീസിന് മുന്നിലുണ്ട്. ആ രീതിയിൽ തന്നെയാണ് സർക്കാർ നിയമോപദേശം ലഭിച്ചിട്ടുള്ളതും. ആ രീതിയിലുള്ള ഒരു നീക്കത്തിലായിരിക്കും ഇനി തുടർ ദിവസങ്ങളിൽ പോവുക എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഷബ്ന തുടരുക. മഹേഷ് ചന്ദ്രൻ കൂടിയുണ്ട് വിവരങ്ങളുമായി. മഹേഷ്, കഴിഞ്ഞ ദിവസം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മയിലെ ഈ ഒരു നേതൃത്വം എല്ലാവരും കൂടി വന്നിരുന്ന് അതിലൊരു പ്രതികരണം നടത്തിയിരുന്നു. അതിൽ സിദ്ദിഖാണ് സംസാരിച്ചത്. സിദ്ദിഖ് അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പരാതികൾ ഉണ്ടെങ്കിൽ പോലീസിന് കേസെടുക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ സർക്കാരിന് കേസെടുക്കാം. ഞങ്ങളൊരു അന്വേഷണം നടത്തണമെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ, അത് സർക്കാരാണ് കേസെടുക്കേണ്ടത്, പോലീസ് നേരിട്ടാണ് കേസെടുക്കേണ്ടത് എന്നാണ്. ഇപ്പോൾ സിദ്ദിഖിന്റെ പേര് തന്നെ പറഞ്ഞ് ഒരു യുവനടി രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇത് എത്രമാത്രം ആ ഒരു കേസിന് ബലപ്രദമാകും? സ്വാതി, രേവതി സമ്പത്ത് എന്ന ഈ സിനിമ അഭിനേത്രി നേരത്തെ തന്നെ മുൻപ് തന്നെ ഉന്നയിച്ചൊരു പരാതി, അത് ഇന്ന് പല മാധ്യമങ്ങളിൽ നേരത്തെ അത് വന്നിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായി ഈ ദൃശ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ സംഭവത്തെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ പുറത്തേക്ക് പറയുന്നു. അത് സെക്ഷലി ഹരാസ് ചെയ്തു എന്ന തരത്തിൽ തന്നെയാണ് അവർ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാന ശബ്ദം പറഞ്ഞ പോലെ തന്നെ പോലീസ് നടപടിയിലേക്ക് കടക്കേണ്ടി വരും, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. അങ്ങനെ ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന രേവതിയുമായി പോലീസ് സംസാരിക്കുകയും ചെയ്യും. അവർ ആ പരാതി ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഈ കേസ് കൂടുതൽ കർക്കശമായ കാര്യങ്ങളിലേക്ക് പോവുകയും അത് അറസ്റ്റ് വരെ ഉണ്ടാകാവുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു കേസായി മാറുകയും ചെയ്യും. അപ്പോൾ രഞ്ജിത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണത്തിൽ ഈ പറയുന്ന ശബ്ദം സൂചിപ്പിച്ച പോലെ തന്നെ രഞ്ജിത്ത് അപമര്യാദയെ പെരുമാറി എന്നാണ് ആ നടി പറയുന്നത്. എന്നാൽ ഇവിടെ സെക്ഷലി ഹരാസ് ചെയ്തു, ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതിയാണ് രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ ഉന്നയിക്കുന്നത്. അത് ഗുരുതരമായ ഒരു പരാതിയായി തന്നെ മുന്നോട്ട് വരികയും ചെയ്തു, മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, ബംഗാളിൽ നിന്ന് തനിക്ക് നിയമനടപടി സ്വീകരിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്ന് ശ്രീലേഖ മിത്ര പറയുന്നു. എങ്കിൽ ഇവിടെ രേവതി സമ്പത്ത് തിരുവനന്തപുരത്താണ് ഉള്ളത്. അപ്പോൾ പോലീസ് ആസ്ഥാനം തിരുവനന്തപുരത്താണ്. അങ്ങനെ പോലീസ് ആസ്ഥാനത്തിൻ്റെ ആ കീഴിൽ വരുന്ന ഈ പ്രദേശത്ത് വെച്ച് തന്നെ ഇത്തരം ഒരു തുറന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. പോലീസ് അന്വേഷിച്ചേ മതിയാകും എന്ന നില വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെതിരെ ഒരു നിയമ നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു എന്ന നിർണായക വിവരം നമ്മൾ പുറത്തുവിടുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രാഥമിക അന്വേഷണത്തിന്റെ സാഹചര്യത്തിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രാജിവെക്കും എന്നതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. സ്വാതി.